അധികം ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്നൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു സവാളയുടെ പകുതി മതി, അതൊന്ന് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നടുവ് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ സമയത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വെന്ത് നല്ല ഉടഞ്ഞു കിട്ടണം കേട്ടോ. അങ്ങനെ കടലകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അതിൽ നമ്മൾ പകുതി തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ആ ചൂടോടെ തന്നെ ഉടയ്ക്കാം, മൊത്തത്തിൽ ഉടയ്ക്കരുത്, പകുതിയോളം ഉടച്ചാൽ മതി. ഇനി നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസും കൂടെ ഇട്ട് ചെറിയ ചൂടുവെള്ളം, നമ്മൾ ആവശ്യത്തിനുള്ള ചെറിയ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അധികം ചേരുവയൊന്നുമില്ല, തേങ്ങയൊന്നും ചേർക്കാതെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പക്ഷെ അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന കറിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.